മലയാള സിനിമയിൽ വീണ്ടും ഒരു ഇടിപ്പടവുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി. മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിൽ വൈശാഖ സംവിധാനം ചെയ്ത ടർബോ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ആക്ഷൻ വേഷത്തിൽ വരുന്ന ചിത്രമായിരുന്നു ടർബോ. ട്രെയിലർ ഇറങ്ങിയത് മുതൽ ആരാധകർ അടക്കം വലിയ പ്രതീക്ഷയോടെയായിരുന്നു ചിത്രത്തെ കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതു മുതൽ വമ്പൻ അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾക്കാണ് കയ്യടി ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഈ പ്രായത്തിലും എന്തൊരു എനർജിയോടെയാണ് ആക്ഷൻ രംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പ്രേക്ഷകർ ചോദിച്ചിരുന്നു. ദീർഘകാലമായി മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ ചിത്രം കാണാനിരുന്നവർക്കുള്ള വിരുന്നാണ് ടർബോ ഒരുക്കിയിരിക്കുന്നത്. വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് സംഘടന രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രീ സെയിലിൽ തന്നെ ഞെട്ടിക്കുന്ന നേട്ടമാണ് ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത്. ബുധനാഴ്ച മാത്രം 54,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത്. ടിക്കറ്റ് വിൽപ്പനയിൽ 2ാം സ്ഥാനത്ത് മാത്രമായിരുന്നു ചിത്രം. 68,000 ടിക്കറ്റുകൾ വിറ്റ ഗുരുവായൂർ അമ്പലനടയായിരുന്നു മുന്നിൽ. എന്നാൽ ആദ്യ ദിന കളക്ഷൻ മലയാളത്തിൽ കളക്ഷൻ റെക്കോർഡ് കൂടിയാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. കേരളമാകെ കനത്ത മഴ പെയ്യുന്ന ഘട്ടത്തിലാണ് ചിത്രം വലിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ദിനം 5.70 കോടി രൂപ ടർബോ നേടുമെന്നാണ് ഇൻഡസ്ട്രി ടാക്കറായ സാക്നിൽക്ക്.com റിപ്പോർട്ട്. ഇത് ആദ്യ ദിനത്തിലെ എസ്റ്റിമേറ്റുകൾ മാത്രമാണ്. അന്തിമ കണക്കുകളിൽ മാറ്റം വരാം. ഈ വർഷത്തെ 3ാമത്തെ മികച്ച ഓപ്പണിംഗ് ആണിത്. പ്രൊമോ റിലീസായത് ചിത്രത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബനാണ് ഈ വർഷം ആദ്യ ദിനത്തിൽ കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. 5.85 കോടിയാണ് ചിത്രം നേടിയത്. 2ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതമാണ്. 5.83 കോടിയാണ് ആടുജീവിതം നേടിയതെന്ന് IMDb ഡാറ്റ റിപ്പോർട്ടിൽ പറയുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷം 5 കോടിയിലേറെ നേടുന്ന 3ാമത്തെ ചിത്രമാണിത്. ഗുരുവായൂർ അമ്പലനടയിൽ 3.65 കോടിയുമായി 4ാം സ്ഥാനത്തേക്ക് വീണു. ആവേശം 3.50 കോടി നേടി. മഞ്ഞുമൽ ബോയ്സ് 3.35 കോടി. എബ്രഹാം ഓസ്ലർ 3.10 കോടി. ഭ്രമയുഗം 3.5 കോടി. വർഷങ്ങൾക്ക് ശേഷം 3 കോടി. മലയാളി ഫ്രം ഇന്ത്യ 2.53 കോടി എന്നിങ്ങനെയാണ് ഈ വർഷത്തെ ചിത്രങ്ങളുടെ ഓപ്പണിംഗ്. അതേസമയം ടർബോയ്ക്ക് 48.53% വ്യാഴാഴ്ചത്തെ ഒക്യുപ്പൻസി. രാത്രി ഷോകളിൽ 54.53% കേരളത്തിൽ ഒന്നാകെ ചിത്രത്തിന്റെ ഒക്യുപ്പൻസി. കൊച്ചി, കോഴിക്കോട്, കൊല്ലം എന്നീ ജില്ലകളിലാണ് കൂടുതൽ ഒക്യുപ്പൻസി ഉള്ളത്. ചിത്രം മറ്റ് ഭാഷകളെ മുന്നിൽ കണ്ട് വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടി, തെലുങ്കിൽ നിന്ന് സുനിൽ എന്നിവരും ചിത്രത്തിലുണ്ട്.